സാന്ത്വന കേന്ദ്രം ആരംഭിക്കുന്ന താജുൽ ഉലമ ഉള്ളാളം തങ്ങൾ വളരെ ചെറിയ പ്രായം തൊട്ട്, മദ്രസ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം തൊട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ഒരു മഹാനവറുകളാണ്. കാരണം ഞാൻ താമസിക്കുന്ന തൃക്കരിപ്പൂരിൽ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരത്തിലാണ് പയ്യന്നൂരിനടുത്ത് എട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഉള്ളാളം തങ്ങളുടെ ജന്മസ്ഥലവും അദ്ദേഹം വളർന്നു വന്നിട്ടുള്ള നാട്. ഞാൻ വളരെ അടുത്ത കാലത്ത് പരിചയപ്പെട്ടതാണ് ഈ അടുത്ത സമയത്ത് മരിച്ചുപോയ ബഹുമാന്യനായ പൊസോട്ട് തങ്ങൾ. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ നിന്ന് വന്ന് മഞ്ചേശ്വരത്തിനപ്പുറത്ത് പൊസോട്ടെന്ന് പറയുന്ന ഒരു സാധാരണ സ്ഥലത്ത് ഒരു ഉജ്ജ്വലമായ മതവിജ്ഞാന കേന്ദ്രം വളർത്തിക്കൊണ്ടുവന്ന് വലിയ പ്രായമാകുന്നതിന് മുമ്പേ തന്നെയാണ്, ഏതാനും മാസങ്ങൾക്ക്, 1-2 മാസങ്ങൾക്ക് അപ്പുറമാണ് ബഹുമാന്യനായ പൊസോട്ട് തങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. ആ നിലയിൽ ഏറ്റവും ആദരണീയരായിട്ടുള്ള, അനുകരണീയമായ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങളുടെയും പൊസോട്ട് തങ്ങളുടെയും എല്ലാം ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് ഇവിടെ ഈ ചടേക്കാലിൽ കഴിഞ്ഞൊരു 30-40 വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും അതുപോലെ സുന്നി യുവജന സംഘവുമെല്ലാം ഇതിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. മദ്രസ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ കുറച്ചു കാലം SSFന്റെ പ്രവർത്തകനായിരിക്കാൻ എനിക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. പയ്യന്നൂരിലെ KPP തങ്ങൾ, അദ്ദേഹമായിരുന്നു അന്ന് പയ്യന്നൂർ തൃക്കരിപ്പൂർ മേഖലയിൽ SSFന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. 90കളുടെ ആദ്യത്തിൽ, 80കളുടെ അവസാനത്തിൽ. ആ നിലയിൽ നേരത്തെ കുറച്ച് സമയത്തേക്കാണെങ്കിലും SSFന്റെ പ്രവർത്തകനായിരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു തുടർച്ചയിൽ ഇന്നിപ്പോ ചടേക്കാലിലെ ഈ വലിയ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം നിങ്ങളുമായിട്ടെല്ലാം പങ്കുവെക്കുകയാണ്. നമ്മുടെ കാലത്ത് ഇത്തരം കൂടിച്ചേരലുകളും ഇടപെടലുകളും വളരെ അനിവാര്യമായിട്ട് മാറുകയാണ്. മുസ്ലിങ്ങൾ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും പടച്ച തമ്പുരാനിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ മനുഷ്യത്വവും മാനവികതയും ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട വിശ്വാസികളാണ് നമ്മൾ. ഒരു മുസ്ലിം അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത് അള്ളാഹു മുസ്ലിങ്ങളെ മാത്രം സൃഷ്ടിച്ചു എന്നല്ലല്ലോ, ലോകത്തിലുള്ള മുസ്ലിങ്ങളുടെ മാത്രം, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ മാത്രം, കേരളത്തിലും കാസർഗോട്ടുമുള്ള മുസ്ലിങ്ങളുടെ മാത്രം സൃഷ്ടാവ് അള്ളാഹു എന്നല്ലല്ലോ. മറിച്ച് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവും സംരക്ഷകനും സംഹാരകനും പടച്ച തമ്പുരാൻ എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെ വന്നാൽ ലോകത്ത് ഇന്ന് പല മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെല്ലാം, പല ദൈവങ്ങളെ വിളിച്ച് ആരാധിക്കുന്നവരെല്ലാം ഒരു മുസ്ലിമിന്റെ വിശ്വാസം അനുസരിച്ച് അള്ളാഹു പടച്ചവരാണ്. അവരുടെ വിശ്വാസ രീതികളിൽ നമ്മളിൽ നിന്ന് വ്യത്യാസമുണ്ടാകാം, അവർ വിളിക്കുന്ന ദൈവങ്ങളുടെ പേരുകളിൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തമുണ്ടാകാം. പക്ഷെ ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ നമ്മുടെ വിശ്വാസം നമ്മളെ നയിക്കേണ്ടത് ഏത് ദൈവത്തെ വിളിച്ച് ആരാധിക്കുന്നവരായാലും, ഏത് മതത്തിൽ പുലരുന്നവരായാലും, ആ മനുഷ്യരെ എല്ലാം ഈ ലോകത്ത് സൃഷ്ടിച്ചതും അവരെ സംരക്ഷിക്കുന്നതും അവരുടെ സംഹാരകനും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഒരു മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിലും അവന്റെ അന്ത്യപ്രവാചകനിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അന്യ മതസ്ഥരോട്, മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവരോട് ഒരു തരത്തിലുമുള്ള വിദ്വേഷവും പകയും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് മുസ്ലിമാണെന്നുള്ള നിലയിൽ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. മുസ്ലിങ്ങളുടെ മാത്രം സംരക്ഷണവും മുസ്ലിങ്ങളുടെ മാത്രം കാര്യങ്ങളും നോക്കേണ്ടവരല്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ. അള്ളാഹു സൃഷ്ടിച്ചതാണ് ഈ പടപ്പുകൾ മുഴുവനുമെങ്കിൽ ആ പടപ്പുകളെല്ലാം സാഹോദര്യ മനോഭാവത്തോടുകൂടി കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ എന്നേ നബി തിരുമേനി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു കണ്ടീഷൻ, നീ മുസ്ലിമാണ്, നീ അള്ളാഹുവിലും അവന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും വിശ്വസിക്കുന്നയാളാണ്, അതുപോലെ നിന്റെ അയൽക്കാരനും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആരായിരിക്കണം എന്ന് കണ്ടീഷൻ വെച്ചിട്ടില്ല നബി തിരുമേനി. നിന്റെ അയൽക്കാരൻ
ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് സമുദായത്തിലോ പെട്ടവരാകാം. അയാൾ ആരാധിക്കുന്ന ദൈവം ഏതുമാകാം. പക്ഷെ ആ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ, അവന്റെ കുടുംബം പട്ടിണി കിടക്കുമ്പോൾ, സ്വന്തം ഭവനത്തിൽ തന്റെയും കുടുംബത്തിന്റെയും മാത്രം കാര്യങ്ങൾ നോക്കി നിൽക്കുന്നവൻ എന്റെ ഉമ്മത്തീങ്ങളിൽ പെട്ടവനല്ല. ആ അള്ളാഹുവിലും അവന്റെ അന്ത്യപ്രവാചകനിലുമാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ ഒരു തരത്തിലുമുള്ള വർഗീയതക്ക്, ഒരു തരത്തിലുമുള്ള സാമുദായിക സംഘർഷത്തിന്, ഒരു തരത്തിലുമുള്ള അന്യമത വിദ്വേഷത്തിന് ഒരു യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസിക്ക് മാറാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ പുതിയ കാലത്ത് മതത്തിന്റെ പേരിൽ അസഹിഷ്ണുതയും വർഗീയ സംഘർഷങ്ങളുമെല്ലാം ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടുകൂടി അതിനെല്ലാം എതിരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിനെ എതിരേണ്ടത് പ്രസംഗങ്ങളിലൂടെ മാത്രമല്ല. അതിലേറ്റവും വലിയ ഉദാത്തമായ മാതൃകയാണ് ഈ ജൈവകാരുണ്യ സാന്ത്വന മേഖലയിലെ പ്രവർത്തനം. ആ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഭാഗത്ത് നടത്തുന്ന ഒരുപാട്, നേരത്തെ പറഞ്ഞ പൊസോട്ട് തങ്ങളായാലും അതുപോലെ ബായാർ തങ്ങളായാലും സാക്ഷാൽ ഉള്ളാളം തങ്ങളായാലും, അവിടത്തെ ഉള്ളാളത്തെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എത്തുന്നത് ഇസ്ലാം മത വിശ്വാസികളല്ലല്ലോ. അവിടെ പോയാൽ ആർക്കും കാണാൻ വേണ്ടി കഴിയുമല്ലോ. എല്ലാ മതത്തിലും പെട്ട ആളുകൾ അവരുടെ ആശ്രയത്തിന് വേണ്ടി എത്തുന്ന കേന്ദ്രമാണ്. അങ്ങനെയുള്ള സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ വിളനിലമായി നമ്മുടെ നാട്ടിനെ മാറ്റാനുള്ള ഇടപെടലുകൾ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് നമുക്ക് നേടാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന പടച്ച തമ്പുരാനിലും അവന്റെ അന്ത്യപ്രവാചകനിലുമുള്ള വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയേണ്ടത്. വിശ്വാസം എന്ന് പറയുന്ന മലയാളം വാക്കിന്റെ ശരിയായ അർത്ഥം തന്നെ വിശാലമായ ശ്വാസം എന്നാണ്. വിശാലമായ ശ്വാസം എന്നാണ്. അത് സങ്കുചിതമാകാൻ പാടില്ല. ആ വിശാലമായ ശ്വാസമായിരിക്കണം നമ്മുടെ വിശ്വാസത്തിന്റെ ദാർഢ്യത. മതം എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളതല്ല. മതം എന്ന് പറയുന്നത് അനുഷ്ഠിക്കാനുള്ളതാണ്. മതം കേവലം ആഘോഷമായിട്ട് മാറുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പ് കുറയും. അതിന്റെ ഒരു അനുഭവം ഈ കഴിഞ്ഞ നബിദിനത്തിന്റെ ദിവസം, മിലാദ് നബിയുടെ ദിവസം ഉപ്പളയിലുണ്ടായി. അവിടെ നബി തിരുമേനിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായിട്ടുള്ള ഘോഷയാത്ര ആ നാഷണൽ ഹൈവേയിലൂടെ നടന്നു പോവുകയാണ്. സ്വാഭാവികമായിട്ടും നാഷണൽ ഹൈവേയിൽ ചെറിയ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രകടനമായാലും ഒരു ഘോഷയാത്രയായാലും ട്രാഫിക് ബ്ലോക്ക് ആവും. അങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ആയപ്പോൾ അതിലൊരു കാറിൽ ഒരു സ്ത്രീയെ ഈ ഘോഷയാത്രയിൽ പോകുന്ന കുറച്ച് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാവരുടെയും അല്ല, കുറച്ച് ആളുകളുടെ ശ്രദ്ധയിൽ. ആ സ്ത്രീ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് നമ്മുടെ ടിവിയിലെ ഒരു മുഖ്യ കഥാപാത്രം, കുപ്രസിദ്ധിയായിട്ടുള്ള ഒരു തട്ടിപ്പുകാരിയാണ്. അവരേതോ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുമ്പോൾ ഈ ട്രാഫിക് ജാമിൽ കുടുങ്ങി. ഉടനെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഖേദകരമെന്ന് പറയട്ടെ, നബി തിരുമേനിയുടെ മധുവും പാടി നടക്കുന്ന ഘോഷയാത്രയുടെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരു സംഘം ചെറുപ്പക്കാർ ചാടിപ്പോയി ഈ കുപ്രസിദ്ധ തട്ടിപ്പുകാരിയുടെ കൂടെ നിന്ന് സെൽഫി എടുത്ത് അതപ്പ തന്നെ വാട്സാപ്പിലൂടെ പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചത്. വിശ്വാസം വെറും ആഘോഷമായി തീരുകയും ആ വിശ്വാസത്തിന് ഉറപ്പില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നബി തിരുമേനിയുടെ ഘോഷയാത്ര പോലും ഒരു തട്ടിപ്പുകാരി പെണ്ണിന് മുന്നിൽ ഒന്നുമല്ലാതായി തീരും. അത്തരമൊരു കാലത്താണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ, അതിലെ സകല ചരാചരങ്ങളുടെയും സ്രഷ്ടാവും സംരക്ഷകനും സംഹാരകനും എന്നുള്ള നിലയിൽ പടച്ച തമ്പുരാനിലുള്ള നമ്മുടെ വിശ്വാസത്തിന് ഉറപ്പുണ്ടാകേണ്ടത്. ആ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ മധൂരിലും ചൂരിയിലും അതുപോലെ ഏരിയാലിലും ഒക്കെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഈ ചെറിയ ചെറിയ ചൊറിച്ചിലുകൾ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും. ചന്ദ്രഗിരി പുഴയുടെ വടക്ക് ഉണ്ടാകുന്ന ഈ വർഗീയ സാമുദായിക ധ്രുവീകരണം ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും. അതിൽ തീർച്ചയായിട്ടും മുൻകൈ എടുക്കാൻ വേണ്ടി കഴിയുക മതപരമായി, വിശ്വാസപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ പ്രപഞ്ചനാഥനായിട്ട് അദ്ദേഹത്തെ കണക്കാക്കുമ്പോൾ നമുക്കാണ് എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസത്തിന്റെ ഈ വിശാലമായ തലം ഉയർത്തിപ്പിടിക്കാൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വലിയ മാതൃക കാണിച്ചു തന്നിട്ടുള്ള ഉള്ളാളം തങ്ങളുടെയും പൊസോട്ട് തങ്ങളുടെയും എല്ലാം സഹചാരിയായിട്ട് ഇന്നിപ്പോ നാട്ടിനകത്ത് ഒരു പ്രത്യേക സമുദായ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോഴും സർവ്വ സമുദായങ്ങളിലും പെട്ട നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസവും ഫലവുമെല്ലാം നൽകുന്ന മഹാനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ SSFന്റെയും SYSന്റെയും എല്ലാം പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള ഒരു ആവേശകരമായിട്ട് മാറട്ടെ. ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന്റെ സംരക്ഷണമല്ല,
ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർക്കുള്ള ക്ഷേമമല്ല. അള്ളാഹു പടച്ച സകല മനുഷ്യരുടെയും സംരക്ഷണവും, അള്ളാഹു പടച്ച സകല മനുഷ്യരുടെയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്താനുള്ള സാന്ത്വന കേന്ദ്രമായിട്ട് താജുൽ ഉലമ സാന്ത്വന കേന്ദ്രം ചടേക്കലിൽ പടർന്ന് പരിലസിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.